നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 4 നാൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. എക്സിറ്റ് പോളുകളെല്ലാം ഭരണമാറ്റം പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ ഭരണ തുടർച്ചയുടെ സൂചന നൽകുന്നുവെന്നതാണ് LDFന്റെ ആശ്വാസം. 2 മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടാതെ 4 സീറ്റെങ്കിലും ജയിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുൽ ആബ്ദീനും കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറും വിശദാംശങ്ങളുമായി. ആദ്യം സൈഫിലേക്ക്. സൈഫ്, അങ്ങനെ ഈ എക്സിറ്റ് പോളിന് ശേഷം നിലവിലുള്ള LDF ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതായുള്ള സൂചന നേതാക്കളോട് സംസാരിക്കുമ്പോഴുണ്ടോ? UDF ക്യാമ്പിൻ്റെ സ്ഥിതി എന്താണ്? LDFന്റെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ തികഞ്ഞ ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുകയാണ്. എക്സിറ്റ് പോളുകളോ അല്ലെങ്കിൽ പ്രീ പോൾ സർവേകളോ ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്തത് LDFന് അനുകൂലമായിട്ടാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചില കാരണങ്ങൾ അവർ പരസ്യമായി പറയുന്നില്ലെങ്കിൽ അവർക്കുള്ളിൽ ഉള്ള ചില കാരണങ്ങൾ നമുക്ക് സംസാരിക്കുമ്പോൾ കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഈ വലിയ രീതിയിലുള്ള തരംഗം UDFന് അനുകൂലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സിറ്റ് പോളുകളിൽ പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന തരത്തിലുള്ള തോന്നലുകൾ എക്സിറ്റ് പോളുകളിൽ ഒന്നും തന്നെ കാണുന്നില്ല. വളരെ നെക്കോളിനെക്ക് പോരാട്ടം, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഒരു തുടർഭരണത്തിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അവർ പങ്കുവെക്കുന്നില്ല. അത് സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതായത് മന്ത്രിമാരോടടക്കം സംസാരിക്കുമ്പോഴും CPMന്റെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോഴും എല്ലാം 75 മുതൽ 83 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതകൾ LDFനുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDFന്റെ എല്ലാ നേതാക്കന്മാരും ഉള്ളത്. അതിപ്പോൾ CPM മാത്രമല്ല, CPI എടുത്താലും മറ്റ് ഘടകകക്ഷി നേതാക്കളോട് സംസാരിക്കുമ്പോഴും എല്ലാം സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ലാതെ അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഒരു സൂചന നൽകുന്നതാണ് എന്നുള്ളതാണ്. UDFന് പക്ഷേ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. ആദ്യം സതീശൻ പറഞ്ഞ 100 സീറ്റിലേക്കൊന്നും എത്തുന്നില്ല എക്സിറ്റ് പോൾ എങ്കിൽ പോലും ഒരു 85-ന് മുകളിൽ സീറ്റിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ അത് പ്രതലത്തിൽ നമ്മൾ കാണാത്തതാണ്. ജനങ്ങൾ വോട്ടിലൂടെ അത് പ്രകടമായി വരും. 85-ന് മുകളിൽ സീറ്റ് കേരളത്തിൽ ഉണ്ടാകും. UDFന്റെ ഭരണമുണ്ടാകും. 10 വർഷത്തിന് ശേഷം UDFന്റെ ഭരണമുണ്ടാകുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ കഴിഞ്ഞ തവണ ഉണ്ടായ തിരിച്ചടി അത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF പങ്കുവെക്കുകയാണ്. തിരുവനന്തപുരത്ത് 4 മുതൽ 6 സീറ്റ് വരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, അരുവിക്കര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, കാട്ടാക്കട സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോവളം അവരുടെ കയ്യിലാണ് നിലവിൽ ഉള്ളത്. അങ്ങനെ കുറച്ച് സീറ്റുകൾ അവർ കൂടുതലായി പ്രതീക്ഷിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര അടക്കമുള്ള സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് UDF. അതേസമയം തന്നെ അങ്ങനെ കാര്യമായ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു സീറ്റ് നഷ്ടപ്പെടലോ ഉണ്ടാകില്ല LDFന് എന്ന പ്രതീക്ഷയിലാണ് LDFന്റെ നേതാക്കന്മാർ ഉള്ളത്. കാട്ടാക്കട നഷ്ടപ്പെടില്ല, അതുപോലെ തന്നെ തിരുവനന്തപുരം നഷ്ടപ്പെട്ടേക്കാം ഒരുപക്ഷെ എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോവളം നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ടയിലും കാര്യമായ തിരിച്ചടി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്ന് പറയുന്നുണ്ട്. കൊല്ലത്ത് ചില സീറ്റുകൾ നഷ്ടപ്പെടും. കരുനാഗപ്പള്ളിയും നിലവിൽ കുണ്ടറയും അവരുടെ കയ്യിലാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ കൊല്ലം മണ്ഡലം സീറ്റ് അത് ടൈറ്റ് പോരാട്ടമാണ് അവിടെ നടന്നിട്ടുള്ളത്. കുന്നത്തൂർ ടൈറ്റ് പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ LDF ക്യാമ്പിലും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തെ 99 സീറ്റിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ 29 സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും LDFന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ 85 സീറ്റോട് കൂടി അധികാരത്തിൽ വരും എന്ന് UDFന്റെ നേതാക്കന്മാർ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. സേഫ്. ശരി, അപ്പോൾ എല്ലാ സർവേകളും ശരാശരി 65 സീറ്റ് വരെ LDFന് പ്രവചിച്ച സ്ഥിതിക്ക് വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ LDFും പാർട്ടിയും എത്തിച്ചേർന്നിരിക്കുന്നത്.